ഗുഡ് മോർണിംഗ് ഓൾ. എന്റെ പേര് ജോപ്പി മാർക്കോസ്. എല്ലാവർക്കും ഇക്വിറ്റി മാക്സ് റിസർച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 6/5/2025 ചൊവ്വാഴ്ച. എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയ ഒരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് കിടക്കാം. നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലേക്ക് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ മാർക്കറ്റിനെ പറ്റി ജസ്റ്റ് ഒരു അവലോകനം നമുക്ക് നടത്താം. ഇന്നലെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ നിഫ്റ്റിയും സെൻസെക്സ് ഒക്കെ നല്ലൊരു പോസിറ്റിവിറ്റി തന്നെയാണ് കാണിച്ചത്. ബാങ്കിങ് സെക്ടേഴ്സ് ആണെങ്കിൽ അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഒരു ചെറിയൊരു നെഗറ്റീവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. നമ്മൾ നിഫ്റ്റിയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഇന്നലെ 114 പോയിന്റ് അപ്പിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അതായത് 0.4% ഹൈക്കിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യപ്പെട്ടത്. അതേപോലെ ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ -195 പോയിന്റ്, അതായത് 0.3% നെഗറ്റീവിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി സെൻസെക്സിന്റെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ 294 പോയിന്റ്, അതായത് 0.37% പോസിറ്റീവിലാണ് ഇന്നലെ സെൻസെക്സ് ക്ലോസ് ചെയ്തത്. അപ്പം ബാങ്കിങ് സെക്ടേഴ്സിലൊക്കെ നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചത്. മിക്ക FISന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ നിഫ്റ്റി ഇത്ര പോസിറ്റീവ് ആവാൻ കാരണം അദാനി സ്റ്റോക്കുകളിലെല്ലാം നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷ്നെസ് കാണിച്ചു. അത് ട്രംപിന്റെ അഡ്മിനുമായിട്ടുള്ള ഇടപെടൽ മൂലം അവർ കുറെ കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ബേസിലൊക്കെ അദാനി സ്റ്റോക്കുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷ്നെസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് നല്ല രീതിയിലുള്ള ഒരു സ്ട്രെങ്തൻ പ്രാപിച്ചിട്ടുണ്ട്. ഏകദേശം 39 പൈസയുടെ അപ്പ് മൂവ്മെന്റ് ആണ് ഇന്ത്യൻ റുപ്പീസിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇതേപോലെ നമ്മൾ ഈ US മാർക്കറ്റിന്റെ നോക്കുവാണെങ്കിൽ, ഗ്ലോബൽ ന്യൂസ് നോക്കുവാണെങ്കിൽ യുഎസിലെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഡാറ്റ ഇന്ന് വൈകുന്നേരം റിലീസ് ആവുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്നവർ നല്ല രീതിയിൽ നോക്കിയിട്ട് തന്നെ ട്രേഡ് ചെയ്യുക. ആ ഒരു സമയം റിപ്പോർട്ട് റിലീസ് ആവുന്ന സമയത്ത് തന്നെ നല്ല രീതിയിലുള്ള ഒരു ഫ്ലക്ച്വേഷൻസ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതേപോലെ ഇന്ന് 10 മണിയാവുമ്പം എയ്തർ എനർജി IPO ലിസ്റ്റിംഗ് ആയിരിക്കും. അപ്പം മിക്കവരും അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു IPO ആണിത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ 10 മണിയാവുമ്പോഴേക്കും നിങ്ങളുടെ ഡിമാറ്റിൽ ഈ IPO വന്ന് തുടങ്ങുന്നതായിരിക്കും. ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അതേപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ കോട്ടക് മഹീന്ദ്ര ബാങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഫാളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏകദേശം 4.5% ഫാളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതിന് മെയിൻ കാരണം Q4 ഏർണിംഗ്സിൽ വളരെ വീക്കായിട്ടാണ് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ ബേസിലാണ് നമുക്ക് ഇത്ര വലിയൊരു ഫാള് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് നമുക്ക് നോക്കുവാണെങ്കിൽ RRKബയിൽ 14% ഹൈക്കാണ് സ്റ്റോക്ക് പ്രൈസിൽ വന്നിട്ടുള്ളത്. കാരണം അത് Q4 റിസൾട്ടിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു പ്രകടനമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ ബേസിലാണ് ഈ 14% RRKബയിൽ സ്റ്റോക്ക് കയറാൻ ഉള്ള മെയിൻ കാരണം. അതേപോലെ തന്നെ ഇന്ന് മൈൻഡ് സ്പേസ് ഒരു 6 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇന്നലെ ഓട്ടോ, ഓയിൽ ആൻഡ് ഗ്യാസ്, FMCG സെക്ടർ നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷ്നെസ് പോസിറ്റീവ് റാലിയാണ് മാർക്കറ്റിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ റാലിയുടെ ബേസിൽ പല സ്റ്റോക്കുകളും, ഈ ഒരു സെക്ടേഴ്സിൽ പെടുന്ന പല സ്റ്റോക്കുകളും നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് റാലിയാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇന്നലെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഓട്ടോ സെക്ടറിൽ മികച്ച മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനിയായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ Q4 റിസൾട്ട് റിലീസായി. ഏകദേശം ആ സ്റ്റോക്ക് പ്രൈസിൽ തന്നെ 4% അപ്പാണ് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പം സ്റ്റോക്കിലുണ്ടായിരുന്നത്. കാരണം Q4 റിസൾട്ട് വളരെ പോസിറ്റീവ് നടന്നത് തന്നെയായിരുന്നു. അതേപോലെ തന്നെ ഇന്ന് പല കമ്പനീസിന്റെയും Q4 റിസൾട്ട് വരുന്നുണ്ട്. അതായത് പോളിക്യാബ്, KE ഇൻഡസ്ട്രി, ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ്, BSE ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, 197 കമ്മ്യൂണിക്കേഷൻ, പിരമൽ എന്റർപ്രൈസസ്, മഹാനഗർ ഗ്യാസ്, CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻ, ബാങ്ക് ഓഫ് ബറോഡ തുടങ്ങിയ കമ്പനീസിന്റെ Q4 റിസൾട്ട് ആണ് വരുന്നത്. ഇത്ര കമ്പനീസിൽ ഇന്ന് ട്രേഡ് ചെയ്യുന്നവർ വളരെ വിജിലന്റ് ആയിരിക്കണം. നല്ല രീതിയിലുള്ള ചേഞ്ചസ്, ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരാൻ സാധ്യത ഏറെ കൂടുതലാണ്. ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം റിസൾട്ടിന്റെ ബേസിൽ നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഈ സ്റ്റോക്ക് പ്രൈസുകളിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള മാർക്കറ്റ് ന്യൂസുകൾ. ഇതേപോലെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയോ അതേപോലെ തന്നെ കൂടുതൽ കാര്യങ്ങളെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഡെയിലി ഞങ്ങളിടുന്ന മാർക്കറ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടാനായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ അമർത്തുക. ദാറ്റ്സ് ഓൾ. സൈനിങ് ഓഫ്, ജോബി മാർക്കോസ്.